നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. തായ്ലൻഡിൽ ദേശീയ അവധി മൂലം റബ്ബർ വിപണി പ്രവർത്തിച്ചില്ല. ബാങ്കോക്ക് ഹോളിഡേ മൂഡിൽ നീങ്ങിയതിനാൽ ഏഷ്യയിലെ ഇതര റബ്ബർ മാർക്കറ്റുകളിലും തളർച്ച ദൃശ്യമായി. വാങ്ങൽ താൽപ്പര്യം ചുരുങ്ങിയത് ജപ്പാൻ, സിംഗപ്പൂർ, ചൈനീസ് അവധി വ്യാപാര കേന്ദ്രങ്ങളിൽ മ്ലാനത പരത്തി. ബുധനാഴ്ചയും തായ്ലൻഡിൽ ദേശീയ അവധിയായതിനാൽ ഇനി വാരത്തിൻ്റെ രണ്ടാം പകുതിയിൽ മാത്രം വ്യക്തമായ ഒരു ദിശയിലേക്ക് റബ്ബറിന് പ്രവേശിക്കാനാവൂ. കേരളത്തിൽ റബ്ബർ ഷീറ്റ് വില നേരിയ റേഞ്ചിലാണ് നീങ്ങുന്നത്. ടയർ മേഖലയിൽ നിന്നും ഇതര വ്യവസായികളിൽ നിന്നും അന്വേഷണങ്ങൾ ചുരുങ്ങിയതിനാൽ 4 ഗ്രേഡ് കിലോ 282 രൂപയിൽ നിലകൊണ്ടു. കുതിച്ച ചാട്ടങ്ങൾക്ക് ശേഷം കൊച്ചിയിൽ വെളിച്ചെണ്ണ ഇന്ന് സ്റ്റഡിയാണ്. അതേസമയം കാങ്കയത്തെ മില്ലുകാരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഓർഡറുകൾ ലഭിക്കാതെ വന്നതോടെ അവർ എണ്ണവില ക്വിൻ്റലിന് 325 രൂപ വരെയും താഴ്ത്തി. ചരക്ക് വാഗ്ദാനം ചെയ്തു. നാളെയും ഡിമാൻഡ് മങ്ങിയാൽ സ്വാഭാവികമായും തമിഴ്നാട് വിപണി സാങ്കേതിക തിരുത്തലിലേക്ക് വഴുതാം. കഴിഞ്ഞ വാരത്തിലെ വിലക്കയറ്റത്തിന് പിന്നിൽ കൃത്രിമങ്ങൾ അരങ്ങേറിയോ എന്ന സംശയം ഇതിനിടയിൽ വിപണി വൃത്തങ്ങളിൽ നിന്നും ഉയരുന്നു. ഏലക്ക ലേലത്തിൽ വാങ്ങൽ താൽപ്പര്യം ശക്തമായതോടെ ആകർഷകമായ വില ഉൽപ്പന്നം നിലനിർത്തി. ലേലത്തിനെത്തിയ 38,235 കിലോഗ്രാം ഏലക്കയിൽ 33,569 കിലോയും വിറ്റഴിഞ്ഞു. മികച്ച ഇനങ്ങൾ കിലോ 4,514 രൂപയിലും ശരാശരി ഇനങ്ങൾ 3,191 രൂപയിലും കൈമാറി. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു.